എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 20 മാർക്കാണ് ഈ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പാർട്ട് എ അക്കൗണ്ടൻസിയിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സും മുൻഭാഗത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ബി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. പാർട്ട് ബി 17ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റം ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് CAS? CASൻ്റെ കോമ്പണൻ്റ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ പ്രൊസീജിയർ, സോഫ്റ്റ്വെയർ, ഇൻഫോർമേഷൻ, ഡാറ്റ. നമുക്കറിയാം കോമ്പണൻസ് എന്ന് പറയുന്നതിൽ പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇങ്ങനെ 5 എണ്ണമാണ് ഉള്ളത്. അപ്പം ഇതിൽ ഉൾപ്പെടാത്തത് ഇൻഫോർമേഷൻ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻഫോർമേഷൻ. 18. In a textile shop, shirts are arranged by assigning codes 2012 to 300. This coding is an example of റേഞ്ച് സൂചിപ്പിക്കുന്നത് 201 മുതൽ 300 വരെ എന്ന് പറയുമ്പോൾ ഒരു റേഞ്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. റേഞ്ച് വരുന്നത് ഏത് കോഡിലാണ്? ബ്ലോക്ക് കോഡിലാണ് റേഞ്ച് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കോഡുകൾ പഠിക്കുമ്പോൾ എക്സാമ്പിളാണ് പ്രധാനമായും പഠിക്കേണ്ടത്. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. തേർഡ് വൺ, 19ാമത്തെ. ലിബർഓഫീസ് കാൽക്ക് ഈസ് എ ഡാഷ് സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, സ്പ്രെഡ്ഷീറ്റ്, ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്, പ്രസൻറ്റേഷൻ. ലിബർഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത് എന്ത് സോഫ്റ്റ്വെയർ ആണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. 20. എ സ്പ്രെഡ്ഷീറ്റ് ഫയൽ ഈസ് കോൾഡ് ഡാഷ്. സ്പ്രെഡ്ഷീറ്റ് ഫയലിനെ പറയുന്ന പേരാണ് വർക്ക് ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെയാണ്. 21. സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ലിബർഓഫീസ് കാൽക്ക്. ലിബർഓഫീസ് കാൽക്കിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 5 ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. മാർക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. 22ഉം 23ഉം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ഔട്ട് ദി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഇവിടെ നൽകാം. പ്രധാനമായും 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് CASനുള്ളത്. പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്. 23. ലിസ്റ്റ് ഔട്ട് എനി 3 ലോജിക്കൽ ഫങ്ഷൻസ് ഇൻ ലിബർഓഫീസ് കാൽക്ക്. ലിബർഓഫീസ് കാൽക്കിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 3 ലോജിക്കൽ ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മോഡൽ ക്വസ്റ്റ്യൻ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഈ ടൈമിൽ ലോജിക്കൽ ഫംഗ്ഷൻ ചോദിക്കുന്നതെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ ആവാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആവാം, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആവാം, ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ലോജിക്കൽ ഫംഗ്ഷൻ. ഇത്രയും ഫംഗ്ഷനാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫങ്ഷൻസും കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതും കൂടി പഠിച്ചിരിക്കണം, സിൻറ്റാക്സ് ഉൾപ്പെടെ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നത് ലോജിക്കൽ ഫംഗ്ഷൻ ആണ്, ഇനി 3. അപ്പോൾ ഇഫ് ഫംഗ്ഷൻ, നെസ്റ്റഡ് ഇഫ്, ആൻഡ്, ഓർ ഇതെല്ലാം ലോജിക്കൽ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് പഠിച്ചിട്ട് അതിൻ്റെ സിൻറ്റാക്സും കൂടി പഠിക്കേണ്ടതാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഹാവ് സെവറൽ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഡിസ്ക്രൈബ് 2 മെറിറ്റ്സ് ആൻഡ് 2 ഡിമെറിറ്റ്സ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് 2 മെറിറ്റ്സും 2 ഡിമെറിറ്റ്സും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻ. 25ഉം 26ഉം അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാകും. അപ്പോൾ നമുക്കിവിടെ 25ാമത്തേൻ്റെ ആൻസർ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഫങ്ഷൻസ് അവൈലബിൾ ഇൻ ലിബർഓഫീസ് കാൽക്ക് ഫോർ ദി ഫോളോയിങ് പർപ്പസസ്. താഴെ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ, ടു ഡിസ്പ്ലേ കറൻറ്റ് സിസ്റ്റം ഡേറ്റ്. കറൻറ്റ് സിസ്റ്റം ഡേറ്റ് കണക്കാക്കാൻ ഏത് ഫംഗ്ഷനാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ടുഡേ ഫംഗ്ഷൻ. നെക്സ്റ്റ്, ടു കൗണ്ട് ദി നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്ൻ എനി വാല്യൂ. ഏതെങ്കിലും വാല്യൂസ് ഉള്ള സെൽസുകൾ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൗണ്ട ഫംഗ്ഷൻ. തേർഡ് വൺ, ടു സം എനി വാല്യൂസ് വിത്ത് എ കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇഫ് ഫംഗ്ഷൻ. ഫോർത്ത് വൺ, ടു കൺവേർട്ട് എ ന്യൂമറിക് വാല്യൂ ഇൻറ്റു എ സ്പെസിഫൈഡ് ടെക്സ്റ്റ് ഫോർമാറ്റ്. നമ്പറിനെ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് ടെക്സ്റ്റ് ഫംഗ്ഷൻ.
ലാസ്റ്റ് വൺ, ടു സെർച്ച് സെർട്ടൈൻ വാല്യൂസ് ഫ്രം എ ടേബിളിൽ നിന്ന് ഒരു വാല്യൂസ് സെർച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് വി ലുക്കപ്പ് ഫങ്ഷൻ. ഈ 5 എണ്ണത്തിന് 5 മാർക്കാണ് ലഭിക്കുന്നത്. 26ാമത് എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് CAS. CASൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതിൻ്റെ ആൻസർ ഇവിടെ നൽകാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.